ഒത്തുതീർപ്പ് അംഗീകരിക്കാതെ കെഎസ്ആർടിസിയുടെ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ. അതേസമയം സമരം തുടർന്ന ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കെഎസ്ആർടിസി MD അറിയിച്ചിരിക്കുന്നു. വിശദാംശങ്ങളുമായി സുനിൽ അനുബാനൂർ ചേരുന്നു. സുനിൽ, സർക്കാർ മുന്നോട്ട് വെച്ച് ഇന്ന് സർക്കാർ പ്രത്യേകിച്ച് ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലെ ധാരണകൾ അതൊക്കെ അംഗീകരിച്ചതിന് ശേഷം ഇപ്പോഴെന്താണ് പുതിയ സാഹചര്യം? സമരം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് പിൻവാങ്ങണമെന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയും ഇവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും ആവശ്യപ്പെട്ടാണ് ഇന്ന് ചർച്ച നടത്തിയത്. വകുപ്പ് മന്ത്രി തോമസ് ചാണ്ടി തന്നെ യൂണിയൻ പ്രതിനിധികളുമായി ചർച്ച നടത്തി ഒരു സമവായത്തിലെത്തുകയും ആ ധാരണ പ്രകാരം സമരം പിൻവലിക്കുമെന്ന് നേതാക്കൾ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ജീവനക്കാർ ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഒരു വിഭാഗം ജീവനക്കാർ ഇപ്പോഴും സമരത്തിൽ നിന്ന് പിൻവാങ്ങാതെ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. മന്ത്രിയും യൂണിയൻ പ്രതിനിധികളും മാനേജ്മെന്റ് നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുള്ള പുതിയ ഷിഫ്റ്റ്, അതായത് 12 മണിക്കൂർ ഷിഫ്റ്റ് എന്നുള്ള ഒരു പുതിയ ഷിഫ്റ്റ് കൂടെ അംഗീകരിച്ചാണ് ഇന്ന് സമരം പിൻവലിക്കും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിറങ്ങിയത്. പക്ഷേ ഈ ഷിഫ്റ്റ് അംഗീകരിക്കാൻ തയ്യാറല്ല. മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലെ ധാരണകളും വ്യവസ്ഥകളും അംഗീകരിച്ച് മുന്നോട്ട് പോകാനാവില്ല എന്നും ഈ സിംഗിൾ ഡ്യൂട്ടി സംവിധാനം അംഗീകരിക്കുകയില്ലെന്ന നിലപാട് സ്വീകരിച്ചാണ് ഒരു വിഭാഗം ജീവനക്കാർ BMSന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. പക്ഷേ സമരവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് KSRTC CMD ഇപ്പോൾ സർക്കുലർ അയച്ചിരിക്കുന്നത്. എല്ലാ ഡിപ്പോകളിലേക്കും സർക്കുലർ നൽകിക്കഴിഞ്ഞു. സമരത്തിൽ നിന്ന് പിൻവാങ്ങി ജോലിയിൽ പ്രവേശിക്കാത്ത ജീവനക്കാർക്കെതിരെ പിരിച്ചുവിടൽ നടപടി അടക്കമുള്ളവ സ്വീകരിക്കും എന്നുള്ളതാണ് ഈ സർക്കുലറിനകത്ത് പറയുന്നത്. അതനുസരിച്ച് ഉള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. യൂണിയൻ പ്രതിനിധികൾ പറയുന്നത് അവർക്ക് ഈ ധാരണയിലെത്തിയ ശേഷം ജീവനക്കാരെ വിവരം അറിയിച്ചപ്പോൾ അവർ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു വിഭാഗം ജീവനക്കാർ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഉറച്ച നിലപാട് സ്വീകരിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ മറ്റ് ചില ജീവനക്കാരെല്ലാം തന്നെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു രണ്ട് തട്ടിലേക്ക് ജീവനക്കാർ പോകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായും അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിരിക്കും KSRTCയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് തന്നെ വലിയ രീതിയിൽ ജനങ്ങളെ ഇത് ബാധിച്ചിരുന്നു. പ്രത്യേകിച്ച് തലസ്ഥാന നഗരമടക്കമുള്ള നഗരങ്ങളിൽ നിന്ന് ഉള്ള ദീർഘദൂര സർവീസുകളെ സാരമായി ബാധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പക്ഷേ ഇന്നും തുടർന്നു പോകുന്ന സ്ഥിതിയാണ് ജീവനക്കാർ പാലിക്കുന്നെങ്കിൽ നാളെ അതായത് സുനിൽ, ഇത്രത്തോളം KSRTC നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ പടുകുഴി യാഥാർത്ഥ്യങ്ങളൊന്നും മനസ്സിലാകാതെ ഇത്തരത്തിൽ നിലപാട് എവിടെ നിന്ന് വരുന്നു? ഏത് യൂണിയനുകളുടെ? പക്ഷേ ഇന്ന് ഗതാഗത മന്ത്രി വിളിച്ച് ചർച്ച നടത്തുമ്പോഴും അദ്ദേഹം സ്വാഭാവികമായ ഒരു പൊതുവികാരം എല്ലാവരും മുന്നോട്ട് വെച്ചത് അവിടെ ഈ KSRTCയുടെ പൊതു നിലപാട് രക്ഷിക്കുക KSRTC, അതിലേക്ക് എല്ലാ നിലപാടുകളും മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇത്തരത്തിൽ ഇനിയും ഒരു ചർച്ചയ്ക്ക് പോലും സാഹചര്യം അല്ലെങ്കിൽ അതും കഴിഞ്ഞ് പിടിവാശിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ സമരത്തെ എങ്ങനെ വേണം കാണാൻ? ഒപ്പം ശക്തമായ നടപടി തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ട ഒരു സാഹചര്യത്തിലേക്കാണോ പോകുന്നത്? തീർച്ചയായും ഇതിനകത്ത് CMD പറയുന്നത് ഇത് ഒരു വിഭാഗം ജീവനക്കാർ ഇതിനെ തകർക്കാനായി മാത്രം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവർ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം വളരെ വ്യക്തമായി തന്നെ KSRTCയുടെ സാമ്പത്തിക സ്ഥിതിയും നിലവിലെ മുന്നോട്ട് പോക്കും എല്ലാ ജീവനക്കാർക്കും അറിയാവുന്നതാണ്. ഇതിൽ നിന്ന് കരകയറാനുള്ള മാർഗമായിട്ടാണ് ഈ സുശീൽ ഖന്നയുടെ റിപ്പോർട്ടിലെ ചില ശുപാർശകൾ നടപ്പാക്കാനായി KSRTC MDയും KSRTC അധികൃതരും തീരുമാനിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ആദ്യഘട്ടമാണ് ഈ ഡബിൾ ഡ്യൂട്ടി സംവിധാനം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും അതനുസരിച്ച് ഇന്നലെ തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇത് മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരുടെ കാര്യത്തിലെ ഉത്തരവാണ്. ഈ മാസം 21 മുതൽ കണ്ടക്ടർമാരുടെയും ഡ്രൈവർമാരുടെയും കാര്യത്തിലും ഇതേ സിംഗിൾ ഡ്യൂട്ടി സംവിധാനം വരും. അതോടുകൂടി തന്നെ അവിടെ ഉണ്ടാകുന്ന ചോർച്ചയും സാമ്പത്തിക ചോർച്ചയും അതുപോലെ തന്നെ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയുമെന്ന കാഴ്ചപ്പാടോടുകൂടി KSRTC ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ നിഷേധാത്മകരമായ നിലയിൽ വീണ്ടും KSRTCയെ തകർച്ചയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിഭാഗം ജീവനക്കാർ ഇത്തരത്തിൽ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇവർക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം എന്നുള്ളതും ഇന്ന് ചർച്ചയ്ക്ക് വന്ന യൂണിയൻ നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. കാരണം ഇന്ന് ഭരണപക്ഷത്തിൻ്റെ യൂണിയനകത്തുള്ള പ്രതിനിധികളും പ്രതിപക്ഷത്തിൻ്റെ യൂണിയനകത്തുള്ള പ്രതിനിധികളുമാണ് ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തത്. ഇവർ രണ്ടുപേരും ഈ ചർച്ചയിലെ സമവായങ്ങൾ അതിനകത്ത് ഉരുത്തിരിഞ്ഞ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് തങ്ങളുടെ സംഘടനാ പ്രതിനിധികൾ പറയുന്നതനുസരിച്ച് ഇവർ സമരത്തിൽ നിന്ന് പിൻവാങ്ങുമെന്നുള്ളത് കൊണ്ട് തന്നെ സംഘടനാ
സമരത്തിൽ നിന്ന് പിൻവാങ്ങുമെന്നും സമരം ഇന്നത്തോടെ പിൻവലിച്ച് എല്ലാവരും ഡ്യൂട്ടിക്ക് കയറുമെന്നുള്ള ഒരു കാര്യമാണ് മന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അത് യൂണിയൻ നേതാക്കളെ ഇരുത്തിക്കൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പ്രഖ്യാപിച്ച് സമരം പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞത്. മറിച്ച് ഇവിടെ ഡിപ്പോയിലേക്ക് വന്ന ഈ നിർദ്ദേശം ജീവനക്കാരിലേക്ക് പാസ് ചെയ്യുന്ന സമയത്താണ് അത് ഉൾക്കൊള്ളാനോ അതനുസരിച്ച് തിരികെ ജോലിയിൽ പ്രവേശിക്കാനോ തയ്യാറാകാതെ ഒരു വിഭാഗം ജീവനക്കാർ മെക്കാനിക്കൽ വിഭാഗം കൂട്ടായ്മ എന്നൊരു കൂട്ടായ്മയും രൂപീകരിച്ച് സമരമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ഇത് സർക്കാരിനോടുള്ള ഒരു വെല്ലുവിളിയായി തന്നെ ഇതിനെ കാണേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് മാനേജ്മെന്റിന്റെ ഭാഗം. അതനുസരിച്ചാണ് കർശനമായ നടപടികളിലേക്ക് പോകുമെന്നുള്ള സർക്കുലർ ഇറക്കിക്കൊണ്ട് KSRTC CMD രാജമാണിക്യം ഇപ്പോൾ എല്ലാ ഡിപ്പോകളിലേക്കും സർക്കുലർ. ശക്തമായ നടപടിയിലേക്ക് ഒരു വിഭാഗം മാറി നിന്ന് പ്രത്യേക കൂട്ടായ്മയുടെ പേരിൽ സമരമായി മുന്നോട്ട് പോയാൽ ശക്തമായ നടപടി തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ MDയുടെ ഭാഗത്തു നിന്നും നിലപാട് വരുന്നത്. വിശദാംശങ്ങളാണ് സുനിൽ നൽകിയത്. പോലീസിന് വീഴ്ച പറ്റുന്നുവെങ്കിൽ അത് മുൻ സർക്കാരിന്റെ ഹാങ് ഓവർ കൊണ്ടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രമൺ ശ്രീവാസ്തവയെ ഉപദേശകനാക്കിയതിൽ തെറ്റില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് 120ഓളം ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ ആരോപിച്ചു. പോലീസ്, ജയിൽ എന്നീ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയിൽ നിറഞ്ഞു നിന്നത് സെൻകുമാർ വിഷയം തന്നെയായിരുന്നു. സുപ്രീം കോടതി വിധി നടപ്പിലാക്കാതെ സർക്കാർ കോടതിയെ വെല്ലുവിളിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഇതിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി പോലീസിന് വീഴ്ച പറ്റിയെങ്കിൽ അത് മുൻ സർക്കാരിന്റെ കാലത്തെ ഹാങ് ഓവർ കൊണ്ടാണെന്ന് പറഞ്ഞു. രമൺ ശ്രീവാസ്തവയെ താൻ ഉപദേശകനാക്കിയതിനെ വിമർശിക്കുന്ന പ്രതിപക്ഷത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു. സർ, രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്നയാള് അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് സ്വീകരിച്ച സ്ഥാനങ്ങൾ അവിടെ ഇരിക്കട്ടെ, അതെല്ലാവർക്കും അറിയാം. UDF DGP ആയി നിശ്ചയിച്ചയാളാണ്. ഞങ്ങൾ ഇവിടെ ഭരിക്കുന്ന കാലത്ത് ഞങ്ങളോടൊപ്പവും DGP ആയി ഇരുന്നയാളാണ്. സർ, അങ്ങനെയുള്ളൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അങ്ങനത്തെ ഒരാളെ സാധാരണഗതിയിൽ കാര്യങ്ങളിൽ ഉപദേശകനായി സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. DGP ആയിട്ട് ഇരുത്താമെങ്കിൽ പിന്നെ ഉപദേശകനാകുമ്പോൾ മാത്രം പ്രത്യേക ആപത്ത് സംഭവിച്ചു പോകും. ഹോം സെക്രട്ടറിയുടെ ഫയലിൽ ചിലത് കാണാതായത് LDF സർക്കാരിന്റെ കാലത്തല്ല, മറിച്ച് മുൻ സർക്കാരിന്റെ കാലത്താണെന്ന് മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. സ്റ്റേഷൻ ചുമതല സർക്കിൾ ഇൻസ്പെക്ടർമാർക്ക് കൈമാറാൻ സർക്കാർ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. കാണാതാവുന്ന യുവാക്കളെ കണ്ടെത്തുന്നതിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോലീസ് വകുപ്പിനെ പറ്റിയുള്ള 120 ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഇത് സഭയോടും അംഗങ്ങളോടുമുള്ള അനാദരവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ നാക്കുപിഴയെ കളിയാക്കിയ ട്രോളന്മാരെയും ഭരണപക്ഷത്തെയും പറ്റി തിരുവഞ്ചൂർ ഇങ്ങനെ പറഞ്ഞു. എൻ്റെ പ്രസംഗത്തിനന്ന് ചില വാക്കുകൾ വ്യത്യാസം വന്നു. സാർ, എനിക്ക് എൻ്റെ ഷുഗർ ഡൗണായ സമയത്ത് എനിക്ക് ഒരു തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ആ പ്രശ്നം അവിടെ അവസാനിക്കുമായിരുന്നു. ഷുഗർ ഡൗൺ ആയി പോകുമ്പോൾ നാക്ക് കുഴഞ്ഞു പോയാൽ അതുപോലും പ്രചരണമാക്കുന്ന ഒരു മനുഷ്യത്വരഹിതമായ ഒരു പ്രവർത്തനത്തെ ഞാൻ യോജിക്കുന്നില്ല. അങ്ങ് സഭാരേഖകളിൽ അത് മാറ്റണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിനിടെ പ്രതിപക്ഷത്തിന്റെ സംശയത്തിന് മറുപടി നൽകിയില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഡബിൾ ഡ്യൂട്ടി സംവിധാനം നിർത്തലാക്കിയതിൽ മറ്റു വാർത്തയിലേക്ക്. ആവശ്യമില്ലാതെ മരുന്നുകൾ വാങ്ങിക്കൂട്ടിയ സംഭവത്തിൽ മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും തടവും പിഴയും. ആരോഗ്യവകുപ്പ് മുൻ ഡയറക്ടർ VK രാജൻ, ശൈലജ എന്നിവർക്ക് 5 വർഷം കഠിന തടവും 52 ലക്ഷം രൂപ പിഴയൊടുക്കാനും തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധിച്ചു. 2003 കേസിനാസ്പദമായ സംഭവം. 2001-2003 UDF ഭരണകാലത്താണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ആശുപത്രികൾക്ക് വേണ്ടി ഹെപ്പറ്റൈറ്റിസ് മരുന്നുകൾ യാതൊരു ആവശ്യവുമില്ലാതെ വാങ്ങിക്കൂട്ടിയത് വഴി 1,49 ലക്ഷം രൂപ പൊതുഖജനാവിന് നഷ്ടം സംഭവിച്ചു എന്നാണ് വിജിലൻസ് കേസ്. ശ്രീറാം ഇൻഡസ്ട്രീസ്, ശാന്ത ബയോടെക്സ്, ഭഗത് ഫാർമസ്യൂട്ടിക്കൽസ് എന്നീ കമ്പനികളിൽ നിന്നായിരുന്നു മരുന്ന് വാങ്ങിയത്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് മരുന്നുകൾ സൂക്ഷിക്കാനുള്ള ILR ഫ്രിഡ്ജ് പോലും വാങ്ങാതെയാണ് മരുന്നുകൾ ആരോഗ്യവകുപ്പ് ഡയറക്ടറും DMOയും ചേർന്ന് വാങ്ങിക്കൂട്ടിയത്. കല്ലൂർ പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഹെപ്പറ്റൈറ്റിസ് വാക്സിന് പകരമായി ഇൻസുലിൻ കുത്തിവെച്ചതോടെയാണ് സംഭവം ചുരുളഴിയുന്നത്. സൂക്ഷിക്കാൻ പ്രത്യേകം ഫ്രിഡ്ജില്ലാത്തതിനാൽ ഇൻസുലിൻ സൂക്ഷിക്കുന്ന ഫ്രിഡ്ജിൽ ഹെപ്പറ്റൈറ്റിസ് മരുന്നുകൾ കൂട്ടിക്കലർത്തി വെച്ചതാണ് സംഭവത്തിന് കാരണം. മരുന്ന് മാറി കുത്തിവെച്ചു എന്ന നിലയിൽ ആദ്യം തുടങ്ങിയ അന്വേഷണമാണ് സംഭവത്തിന്റെ യഥാർത്ഥ കുംഭകോണം വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. അന്നത്തെ തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ ശൈലജ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ VK രാജൻ, സ്റ്റോർ വെരിഫിക്കേഷൻ ഓഫീസർ സദാശിവൻ നായർ, ഫാർമസിസ്റ്റ് മുഹമ്മദ് എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ. എന്നാൽ വിചാരണയിൽ സദാശിവൻ നായർ, മുഹമ്മദ് എന്നിവരെ കോടതി വെറുതെ വിട്ടു. VK രാജൻ, ശൈലജ എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. 5 വർഷം തടവും 52 ലക്ഷം രൂപ പിഴയും 2 വിധിച്ചു. വിജിലൻസിന് വേണ്ടി അഡീഷണൽ ലീഗൽ അഡ്വൈസർ A. ബിജു മനോഹർ ഹാജരായി.
എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ടി.പി. സെൻകുമാർ വിഷയത്തിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായ പരിശോധനയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. അതേസമയം സെൻകുമാർ വിഷയത്തിൽ സർക്കാർ തെറ്റായ ഭരണ കീഴ്വഴക്കം സൃഷ്ടിക്കുന്നതായി ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ടി.പി. സെൻകുമാർ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നിലപാട് വ്യക്തമാക്കി. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. വിധിപ്പകർപ്പ് ലഭ്യമായുടൻ ചീഫ് സെക്രട്ടറി നടപടികൾ സ്വീകരിച്ചു. നിയമ സെക്രട്ടറിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ എ.ജിയുടെ നിയമോപദേശവും തേടിയതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അഡ്വക്കേറ്റ് ജനറലിന്റെ അഭിപ്രായത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ മേൽ നടപടികൾ സ്വീകരിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ പരിശോധന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉചിതമായ തീരുമാനം അതുമായി ബന്ധപ്പെട്ട് എടുക്കുക തന്നെ ചെയ്യും. എന്നാൽ സെൻകുമാർ വിഷയത്തിൽ സർക്കാർ നീതി നടപ്പാക്കുന്നതിനു പകരം വൈകിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ക്രമസമാധാന ചുമതലയുള്ള DGP ഇല്ലാത്ത അവസ്ഥയാണ് സംസ്ഥാനത്ത്. തെറ്റായ കീഴ്വഴക്കമാണ് സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. 8 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എന്തിനാണ് ഈ ഗവൺമെന്റ് ചാഞ്ചാട്ടം? എന്തിനാണ് ഗവൺമെന്റ് ഈ ഒളിച്ചുകളി? കേരളത്തിന്റെ ഭരണരംഗത്ത് നിങ്ങൾ തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുകയാണ്. ഈ കാര്യത്തിൽ DGP നിയമനത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഏറ്റ പരിക്കിന്റെ പൂർണ്ണ ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാന പോലീസിൽ നാഥനില്ലാത്ത അവസ്ഥയില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി ജനങ്ങളുടെ അസംതൃപ്തി കണക്കിലെടുത്താണ് സെൻകുമാറിനെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്നും പ്രതിപക്ഷത്തിന് മറുപടി നൽകി. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്നും എസ് ഷീജ. ചീഫ് സെക്രട്ടറിക്കെതിരെ സെൻകുമാർ നൽകിയ കോടതിയലക്ഷ്യ കേസ് വെള്ളിയാഴ്ച സുപ്രീംകോടതി പരിഗണിക്കും. വെള്ളിയാഴ്ച വാദം കേൾക്കുന്ന കേസുകളുടെ പട്ടികയിൽ സെൻകുമാർ സമർപ്പിച്ച ഹർജി ഉൾപ്പെടുത്തി സുപ്രീംകോടതി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അതേസമയം വിധിയിൽ വ്യക്തത തേടി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും സൂചനയുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവിയായി പുനർനിയമിക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സെൻകുമാർ കോടതിയലക്ഷ്യ ഹർജി നൽകിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയെ ഒന്നാം എതിർകക്ഷിയാക്കി നൽകിയിരിക്കുന്ന ഹർജി വെള്ളിയാഴ്ച കേൾക്കുന്ന കേസുകളുടെ പട്ടികയിൽ സുപ്രീംകോടതി ഉൾപ്പെടുത്തി. കേസിൽ നേരത്തെ വാദം കേൾക്കണമെന്ന് കോടതിക്ക് മുമ്പിൽ ആവശ്യപ്പെടാൻ ഇന്നലെ തീരുമാനിച്ചിരുന്നെങ്കിലും തിരിച്ചടി ഉണ്ടാകുമെന്നതിനാൽ അവസാന നിമിഷം സെൻകുമാറിന്റെ അഭിഭാഷകർ പിന്മാറിയിരുന്നു. DGP സ്ഥാനം വൈകിപ്പിക്കാൻ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ ഏതറ്റം വരെ പോകുമെന്നും നഷ്ടപ്പെട്ട കാലാവധി നീട്ടി നൽകണമെന്നുമാണ് കോടതിയലക്ഷ്യ ഹർജിയിൽ സെൻകുമാർ ആവശ്യപ്പെടുന്നത്. അതേസമയം സുപ്രീംകോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തത തേടി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചേക്കുമെന്ന് സൂചനയുണ്ട്. സെൻകുമാറിന് പകരം ലോക്നാഥ് ബെഹ്റയെ DGP-ആയി നിയമിച്ച ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു. അതേ ഉത്തരവിൽ ഉൾപ്പെടുന്ന വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ നിയമനവും എങ്ങനെയാകും എന്നതിനെക്കുറിച്ച് സുപ്രീംകോടതി വിധി ഒന്നും പറയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വിധിയിൽ വ്യക്തത തേടുന്നത്. വെള്ളിയാഴ്ച സെൻകുമാറിന്റെ ഹർജി പരിഗണിക്കുന്ന സമയത്ത് വ്യക്തത തേടിയുള്ള ഹർജി സുപ്രീംകോടതിക്ക് മുമ്പിൽ സർക്കാർ കൊണ്ടുവരും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ലോക്സഭാ മണ്ഡലത്തിൽ ഈ മാസം 25 നടക്കേണ്ടിയിരുന്ന ഉപതെരഞ്ഞെടുപ്പ് റദ്ദാക്കി. സംഘർഷങ്ങളുടെയും ഭീകരാക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് നടപടി. അതിർത്തിയിൽ ഇന്ത്യൻ സൈനികർ വെടിയേറ്റ് മരിച്ച പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും കൂടിക്കാഴ്ച നടത്തി. ജമ്മു കാശ്മീരിലെ സംഘർഷങ്ങളുടെയും ഭീകരാക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിൽ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് മെയ് 25 നടത്താൻ നിശ്ചയിച്ചിരുന്ന അനന്തനാഗ് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്തത്. ഏപ്രിൽ 12 ആദ്യം വോട്ടെടുപ്പ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ശ്രീനഗർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 8 പേർ കൊല്ലപ്പെടുകയും പോളിംഗ് 7% കുറയുകയും ചെയ്ത സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് മെയ് 25 മാറ്റിവെക്കുകയായിരുന്നു. സംഘർഷങ്ങളുടെയും തുടർച്ചയായ ഭീകരാക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് 70,000-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഭ്യന്തര മന്ത്രാലയത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പരമാവധി 30,000 ഉദ്യോഗസ്ഥരെ മാത്രമേ നിയോഗിക്കാൻ കഴിയൂ എന്നായിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മറുപടി. ഇതിനെ തുടർന്നാണ് മെയ് 25 നിശ്ചയിച്ചിരുന്ന തിരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നതായും പുതുക്കിയ തീയതി പിന്നീട് തീരുമാനിക്കുമെന്നും കമ്മീഷൻ ഉത്തരവിറക്കിയത്. അതേസമയം ജമ്മു കാശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു കാശ്മീർ ഗവർണർ NN വോറയുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തിയിൽ പാക് സൈന്യം പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ മന്ത്രി അരുൺ ജെയ്റ്റ്ലിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചർച്ച നടത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തെ മരണത്തിൽ നിന്നും രക്ഷിക്കാനുള്ള പദ്ധതിക്കുള്ള രൂപരേഖ തയ്യാറാകുന്നു. കേന്ദ്ര സർക്കാർ സഹായിക്കുമെന്ന് വാഗ്ദാനം നൽകിയതല്ലാതെ യാതൊരു സഹായവും ചെയ്യാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ചെയർമാനായ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ വിഭവ പരിപാലന സമിതി ബൃഹത് പദ്ധതിക്ക് രൂപം നൽകുന്നത്.
മാറി മാറി വന്ന സർക്കാരുകൾ സംരക്ഷണ പദ്ധതികൾ പലതും പ്രഖ്യാപിച്ചു, ചിലത് നടപ്പിലാക്കി. പക്ഷേ അതൊന്നും തടാകത്തെ പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ പര്യാപ്തമായില്ല. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ചെയർമാനായ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ വിഭവ പരിപാലന സമിതി തടാകത്തെ പരിസ്ഥിതി സൗഹൃദമായി സംരക്ഷിക്കുന്നതിന് മാനേജ്മെന്റ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നത്. മണ്ണൊലിപ്പ് മൂലം നികന്ന തീരത്തെ എക്കൽ നീക്കി ആഴം കൂട്ടി ജലസംഭരണം വർദ്ധിപ്പിക്കുക, നീക്കം ചെയ്യുന്ന ചെളി കയർ ഭൂവസ്ത്രത്തിൽ ശേഖരിച്ച് അതിൽ കൈത വെച്ച് പിടിപ്പിക്കുക, കല്ലട കനാലിലെ ജലം തടാകത്തിന്റെ ഉറവയാക്കുക, വെളിന്തറ ബണ്ടിൽ കനാൽ ജലം റിസർവറിൽ സംഭരിച്ച് കല്ലടയാറ്റിലേക്കുള്ള ഒഴുക്കിനെ തടഞ്ഞ് പൂർണ്ണമായും ചോർച്ച അടയ്ക്കുക, വൃഷ്ടി പ്രദേശത്ത് വ്യാപകമായി തെങ്ങ് കൃഷിയും കശുമാവ് കൃഷിയും ചെയ്യുക, തടാകത്തിന്റെ 5 കിലോമീറ്റർ പരിധിയിൽ മഴക്കുഴികളും കിണർ റീചാർജിങ്ങും വ്യാപകമാക്കാനുമാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുവഴി ശാസ്താംകോട്ട തടാകത്തെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാമെന്നുള്ളതാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ആഗോളതാപന കാലത്തെ ജലാശയ സംരക്ഷണത്തിന്റെ ഒരു മാതൃക രൂപപ്പെടുത്തുക, അതിനുവേണ്ടി പൂർണ്ണമായിട്ടും തടാകത്തിന്റെ ചുറ്റുവട്ടത്ത് അതിന്റെ അന്തരീക്ഷ താപം കുറച്ചു കൊണ്ടുവരാനും ജലശുദ്ധീകരണത്തിനും ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും ഒക്കെ ആയിട്ടുള്ള മണ്ണൊലിപ്പ് പ്രത്യേകിച്ച് തടയുക എന്നുള്ള ലക്ഷ്യം കൂടി വെച്ചുകൊണ്ട് വലിയ ഒരു ഗ്രീൻ ബെൽറ്റ് സ്ഥാപിക്കുക. ലക്ഷക്കണക്കിന് ജനങ്ങൾക്കാണ് ശാസ്താംകോട്ട തടാകത്തിലെ ജലം ഉപകരിക്കുന്നത്. ദാഹജലത്തിനാണെങ്കിലും പ്രാഥമിക ആവശ്യങ്ങൾക്കാണെങ്കിലും ജലം നൽകേണ്ടുന്നത് സർക്കാരോ തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രമാണെന്ന ഒരു ജനവിധിയാണ് ഇപ്പോഴത്തെ ശാസ്താംകോട്ട തടാകത്തിന്റെ അവസ്ഥയ്ക്ക് കാരണം. ജലസാക്ഷരതയുടെ അപര്യാപ്തയെന്നും ചൂണ്ടിക്കാട്ടാം. ശാസ്താംകോട്ടയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. സെൻകുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് വ്യക്തത തേടി നാളെ സുപ്രീം കോടതിയെ സംസ്ഥാന സർക്കാർ സമീപിക്കും. വിശദാംശങ്ങളുമായി ദിനകർ ചേരുന്നു. ദിനകർ, നിയമനവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കാര്യങ്ങളിലാണ് സംസ്ഥാന സർക്കാർ വ്യക്തത തേടുന്നത്? പ്രജീഷ്, സെൻകുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കും. നാളെ മന്ത്രിസഭാ യോഗം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളാനിരിക്കെയാണ് പുതിയ നീക്കം സർക്കാർ നടത്തുന്നത്. കാരണം മന്ത്രിസഭാ യോഗത്തിൽ, നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ DGP ആയി അദ്ദേഹത്തെ പുനർനിയമിക്കാനുള്ള ഒരു തീരുമാനം ഏകദേശം കൈക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് നിയമസഭയിലുണ്ടായ ചില നിലപാടുകളുടെ അല്ലെങ്കിൽ പ്രതിപക്ഷം സ്വീകരിച്ച ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയെ തന്നെ സമീപിക്കാൻ, ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അക്കാര്യമായിരിക്കും സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുക. കാരണം DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയെ നിയമിച്ച ഉത്തരവ് റദ്ദാക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. അതേസമയം ബെഹ്റയെ നിയമിച്ച അതേ കാലയളവിൽ തന്നെ മറ്റ് DGPമാരെയും പല പോസ്റ്റുകളിലും ഉന്നത പോസ്റ്റുകളിലും നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് കൈക്കൊള്ളേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഉണ്ടാവണം എന്ന ഒരു നിലപാട് കൂടി സർക്കാരിനുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കണം എന്നായിരിക്കും സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുക. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ മന്ത്രിസഭാ യോഗം ഇത് പരിഗണിക്കാനിരിക്കുകയായിരുന്നു. അതേസമയം ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം MK മുനീർ അടക്കമുള്ളവർ സഭയിൽ ഉദ്ധരിച്ച ചില, അതായത് ഇന്ന് കൊണ്ടുവന്ന അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭയിൽ ഉന്നയിച്ച ചില കാര്യങ്ങൾ, അത് സെൻകുമാർ ചോർത്തി നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആണ് എന്നാണ് സർക്കാർ ഇപ്പോൾ സംശയിക്കുന്നത്. അപ്പോൾ സർക്കാരിനെതിരെ രേഖ ചോർത്തി നൽകിയ ഒരു ഉദ്യോഗസ്ഥന് എന്തിന് പുനർനിയമനം നൽകണം എന്ന ഒരു നിലപാട് കൂടി സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാളെ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം പരിഗണിക്കാനിരിക്കെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ നാളെ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം പരിഗണിക്കുകയില്ല, മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് ഈ വിഷയം വരികയില്ല. അദ്ദേഹത്തെ പുനർനിയമിക്കാനുള്ള തീരുമാനം എടുക്കാനായിരുന്നു സാധ്യത ഉണ്ടായിരുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അല്ലെങ്കിൽ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് നിയമസഭയിൽ ഇത്തരത്തിൽ സെൻകുമാർ തന്നെ ചോർത്തി നൽകിയ രേഖകൾ പ്രതിപക്ഷം ആയുധമാക്കിയപ്പോൾ അത്തരത്തിൽ സർക്കാരിനെ വിശ്വാസത്തിലെടുക്കാത്ത അല്ലെങ്കിൽ സർക്കാരിനെതിരെ രേഖകൾ ചോർത്തി നൽകിയ ഒരു ഉദ്യോഗസ്ഥനെ വീണ്ടും നിയമിക്കണമോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യവും അവിടെ ഉയർന്നു വരികയാണ്. വരുന്ന ബുള്ളറ്റുകളിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. നാളെ വ്യക്തത തേടി സുപ്രീം കോടതിയെ സർക്കാർ സമീപിക്കും.